ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് തീർത്ഥയാത്രാ സ്നാനത്തിനിടെ ലോമശ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് അഗസ്ത്യ മഹർഷിയുടെ മഹാത്മ്യം. ലോമശ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ മഹാത്മ്യം വിവരിച്ചു കൊടുക്കുകയാണ്. ലോമശ മഹർഷി പറഞ്ഞു, ഹേ യുധിഷ്ഠിര, ഞാൻ പറയാം. അതിമാനുഷവും ദിവ്യവും അത്ഭുതവുമായ അഗസ്ത്യ മഹർഷിയുടെ അത്യുജ്വല പ്രഭാവത്തെക്കുറിച്ച് ഞാൻ പറയാം, അങ്ങ് കേൾക്കുക. പണ്ട് കൃതയുഗത്തിൽ വ്രതാസുരൻ എന്ന അസുരനും അദ്ദേഹത്തിൻ്റെ കാലകേയന്മാരും കൂടെ ദേവന്മാരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്ക് അങ്ങനെ സ്വർഗത്തിൽ നിലനിൽപ്പില്ലാതെ ദേവന്മാർ പല വഴി ഓടി ഒടുവിൽ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്ന് കൈകൂപ്പി ദേവന്മാർ പ്രാർത്ഥിച്ചു, ഭവാനെ, വൃത്രാസുരനെ സംഹരിക്കുവാനുള്ള ഉപായം അങ്ങ് പറഞ്ഞു തന്നാലും. ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ദധീച മഹർഷിയെ ചെന്ന് കാണുവിൻ. ദധീച മഹർഷിയോട് ഒരു വരം നിങ്ങൾ ചോദിക്കുവിൻ. ആ വരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദധീച മഹർഷിയുടെ ശരീരത്തിൻ്റെ അസ്ഥി കൊണ്ട് ഒരസ്ത്രം ഉണ്ടാക്കി ആ അസ്ത്രം ഇന്ദ്രദേവൻ്റെ കയ്യിൽ കൊടുത്ത് ഇന്ദ്രദേവൻ വേണം വൃത്രാസുരനെ വധിക്കാനായി. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദധീച മഹർഷിയുടെ അടുത്തേക്ക് പോകുവിൻ. ദധീച മഹർഷി തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ദേവന്മാർ അങ്ങനെ ദധീച മഹർഷിയുടെ അടുത്തെത്തിയതും ദധീച മഹർഷിക്ക് എന്തിനാണ് ദേവന്മാർ വന്നതെന്ന് മനസ്സിലായതിനെ തുടർന്ന് അത് ദേവലോകത്തിനും 3 ലോകങ്ങളുടെയും നന്മയ്ക്കു വേണ്ടിയാണെന്നറിഞ്ഞ ദധീച മഹർഷി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് അസ്ഥിയെടുക്കാനായി ദേവന്മാർക്ക് വരം കൊടുക്കുകയായിരുന്നു. ദേവന്മാർ ആ അസ്ഥി ഉടനെ തന്നെ ത്വഷ്ടാവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും ത്വഷ്ടാവ് അത് വളരെ പണിപ്പെട്ട് പ്രയത്നിച്ച് അത്യുഗ്രരൂപമുള്ള വജ്രായുധം തന്നെ അതുകൊണ്ട് ഉണ്ടാക്കി. ദേവന്മാർ ഒടുവിൽ ഇത് ദേവേന്ദ്രൻ്റെ അടുത്ത് കൊടുക്കുകയും അങ്ങനെ ദേവന്മാരും വൃത്രാസുരൻ്റെ കാലകേയന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ ദേവന്മാർ പരാജയപ്പെടുകയായിരുന്നു. അതിൽ പിന്നെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. മഹാവിഷ്ണു തൻ്റെ തന്നെ തേജസ് ആ ഇന്ദ്രദേവനിലേക്ക് ആവാഹിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കണ്ട മറ്റ് ദേവന്മാരും തങ്ങളുടെ തേജസ് ആ ദേവേന്ദ്രനിൽ ആവാഹിച്ചു നൽകി. അങ്ങനെ എല്ലാ ദേവന്മാരുടെയും ദേവദേവനായ മഹാവിഷ്ണുവിൻ്റെയും തേജസ്സിനാൽ അത്യുഗ്രമായി ഉജ്ജ്വലിച്ചുകൊണ്ട് ആ ദേവേന്ദ്രൻ വൃത്രാസുരൻ്റെ നേരെ ദധീച മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ ആ അസ്ത്രം ഉടനെ അയക്കുകയായിരുന്നു. അത് ദേഹത്ത് തട്ടിയതും വൃത്രാസുരൻ ഉടനെ തന്നെ ചത്തു വീഴുകയും ചെയ്തു. എന്നാൽ ഇതോടുകൂടെ വൃത്രാസുരൻ്റെ കൂടെയുണ്ടായിരുന്ന കാലകേയന്മാരുടെ പക വർദ്ധിക്കുകയായിരുന്നു ദേവന്മാരോടായി. വീണ്ടും ആ അസുരന്മാർ തങ്ങളുടെ മായാശക്തി കൊണ്ട് കടലിനടിയിൽ ആഴത്തിൽ പോയി ഒളിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ ചിന്തിച്ചു, ദേവന്മാരെയും ഈ ലോകവും ഇല്ലാതാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിനവർ ഒരു ഉപായവും കണ്ടെത്തി. താപസന്മാരുടെ തപോബലം കൊണ്ടാണ് ദേവന്മാർക്ക് ഇത്രയും ശക്തി കൂടുന്നത്. അതുകൊണ്ട് തപോധന്മാരെ ഇല്ലാതെയാക്കണം. അതിന് അവർ ശ്രമിക്കുക തന്നെ ചെയ്തു. അസുരന്മാർ രാത്രിയാകുമ്പോൾ കടലിനടിയിൽ നിന്നും ആശ്രമങ്ങളും പുണ്യക്ഷേത്രങ്ങളും തിരഞ്ഞെത്തി അവിടെ തപസ് കൊണ്ട് അവിടെയുള്ള മഹർഷിമാരെ മുഴുവനും വധിക്കുകയും അസുരന്മാർ ഒരു നിത്യപതിവാക്കി. ഇതോടുകൂടെ ദേവന്മാർ സാക്ഷാൽ ശ്രീഹരിയെ ശരണം പ്രാപിക്കുകയാണ്. സാക്ഷാൽ ശ്രീഹരി പറഞ്ഞു, ആ അസുരന്മാരെ വധിക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിനെ കടൽ ജലം വറ്റിക്കണം. കടൽ ജലം വറ്റിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മഹാത്മാവ് ഈ ഭൂമിയിലുണ്ട്. അത് അഗസ്ത്യ മഹർഷിയാണ്. ദേവന്മാരെ നിങ്ങൾ അഗസ്ത്യ മഹർഷിയെ പോയി ശരണം പ്രാപിച്ചാലും. ദേവന്മാർ തങ്ങളുടെ ഈ ദുരിത കഥകൾ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് അറിയിക്കുകയും അഗസ്ത്യ മഹർഷി ഉടനെ വന്ന് കടലിലെ ജലം മുഴുവനും പാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അസുരന്മാരെ കണ്ട ദേവന്മാർ
സകല ക്രോധത്തോടും കൂടെ ആ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയും അസുരന്മാരെ വധിക്കുകയും ചെയ്തു. ബാക്കി വന്ന അസുരന്മാർ ഭൂമി പിളർന്ന് കടലിനടിയിലേക്ക് പോവുകയും ചെയ്തു. അസുരന്മാർ മരിച്ചത് കണ്ട ദേവന്മാർ അഗസ്ത്യ മഹർഷിയെ സ്തുതിച്ചു. മഹാഭാഗ, ദേവൻ്റെ പ്രസാദത്താൽ ലോകർ മഹത്തായ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഭവാന്റെ തേജസ്സാൽ കാലകേയർ നിഹതരായി. ഹേ ലോകഭാവന, ഇനി ഭവാൻ കടലിനെ ജലം കൊണ്ട് നിറച്ചാലും. ഇത് കണ്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, ആ വെള്ളം ഞാൻ ദഹിപ്പിച്ചിരിക്കുന്നു. സമുദ്രത്തിലിനി വെള്ളം നിറയ്ക്കുവാൻ വേറെ മാർഗം നിങ്ങൾ നോക്കുവിൻ. അപ്രകാരം അഗസ്ത്യ മഹർഷി പറഞ്ഞപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോട് തന്നെ അഭ്യർത്ഥിച്ചു കടലിൽ ജലം നിറയ്ക്കാനായി. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ദേവന്മാരെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ യഥാക്രമം നിങ്ങളുടെ ഇഷ്ടവാസസ്ഥലങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ. കുറേ കാലം കഴിയട്ടെ, സമുദ്രം മുമ്പത്തെ പോലെ തന്നെ വാരി പൂർണ്ണമാകും. ജ്ഞാതികൾ മൂലമായി മഹാരാജാവായ ഭഗീരഥൻ അത് നിർവഹിക്കും. പിതാമഹൻ പറഞ്ഞത് കേട്ട് ദേവന്മാർ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇത് കേട്ട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് ലോമശ മഹർഷിയുടെ അടുത്ത്, ഹേ ബ്രഹ്മൻ, ജ്ഞാതികൾ വഴിയായി എന്തു കാരണത്താൽ ഭഗീരഥൻ കടൽ ജലപൂർണമാക്കി? എങ്ങനെ ജലപൂർണമായി? തപോധന, ഹേ വിപ്ര, അത് വിസ്തരിച്ചു പറഞ്ഞു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രാജാവിൻ്റെ ഉത്തമ ചരിത്രം പറഞ്ഞാലും. അത് അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.